മുല്ലപ്പെരിയാർ ഡാമിനൊരു ബെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇത്രയും പഴക്കവുമായി. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പ്രോബ്ലം എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഇത് എന്നൊക്കെ റേസ് ആയിട്ടൊരു ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ഇതിൻ്റെ ഒരു പ്രോബ്ലം എത്തിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഇതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരേ ഒരു പ്രോബ്ലം തമിഴ്നാടാണ്. തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാം അത്യാവശ്യമാണ്. അത് അവിടെ നിലനിൽക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ മാക്സിമം ഫൈറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലൊരു കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു യൂണിറ്റി ഇല്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. പക്ഷേ ഇത്രയും വലിയൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ആറ്റം ബോംബ് പോലെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആർക്കും ഒന്നുമില്ല. ഇത് കേരളത്തിൻ്റെ ഇഷ്യൂ അല്ല, ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഇത് നാഷണൽ ത്രെട്ടാണ്. ഇത്രയധികം ഒരു 50 ലക്ഷം പേര് മരിച്ചു പോകാൻ സാധ്യതയുള്ളൊരു കേസാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് പൊട്ടി മൊത്തം ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചിട്ട് അയ്യോ അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്നതിലും ഇപ്പം നമ്മുടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കോട്ടെ, ഇതെല്ലാം കണ്ടറിഞ്ഞ് മുമ്പോട്ട് വന്ന് നമ്മുടെ നാഷണൽ ഇഷ്യൂ ആയിട്ട് തന്നെ ഇതിനെ കണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രോബ്ലം ആയിരിക്കും.